മഹി വക്കീൽ പരീക്ഷ പാസ്സായെങ്കിലും കോടതിയിലൊന്നും പോകുന്നില്ലല്ലോ. ആ, ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഏതോ പാവങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. അല്ലാതെ പണം വാങ്ങി വാദിക്കാനൊന്നും മഹിക്ക് താല്പര്യമില്ല. നമസ്കാരം സാർ. നമസ്കാരം. കുറച്ച് വൈകി. പൈലറ്റ് എസ്കോർട്ട് ഒന്നും ഇല്ലാതെ സാധാരണക്കാരനായിട്ട് വന്നപ്പോഴാ റോഡിന്റെ തിരക്ക് മനസ്സിലാകുന്നത്. സാറ് വന്നാട്ടെ. വരണം. നമസ്കാരം. നമസ്കാരം. ദക്ഷമോളെ കണ്ടില്ലല്ലോ. മോള് പുറകെ വരുന്നുണ്ട്. മനസ്സിലായി. മാസ് സെൻട്രിക്കല്ലേ? ഹായ് ആന്റി. ഹായ് മോളെ. ഹായ് അങ്കിൾ. ഹായ്. നമസ്കാരം സാർ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ രമാദേവിയുടെ ഏട്ടൻ ഭദ്രൻ. ഓ, രമാദേവിയുടെ സഹോദരനാണോ? ഒരേ ഒരു സഹോദരൻ. only one സഹോദരൻ. എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കേണ്ടി വരും. സാറകത്തോട്ട് വന്നാട്ടെ. വരൂ. വാ മോളെ. ഓ, ചായ പോയെടുത്ത് വയ്ക്കൂ. നിർത്തിക്കേ. നിർത്ത്. പൊക്കോ പോ.
മഹി വക്കീൽ പരീക്ഷ പാസ്സായെങ്കിലും കോടതിയിലൊന്നും പോകുന്നില്ലല്ലോ. ആ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഏതോ പാവങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിച്ചു. ഉം. അല്ലാതെ പണം വാങ്ങി വാദിക്കാനൊന്നും മഹിക്ക് താല്പര്യമില്ല. ഉം. ഏതോ പാവങ്ങൾക്ക് വേണ്ടി വാദിച്ചു എന്ന് കുഞ്ഞോട് പറഞ്ഞല്ലോ. ശിവദാസൻ എന്നാ കുഞ്ഞുമോൾക്ക് പാവമായത്. അർജുൻ ഇപ്പോഴും പൈലറ്റ് തന്നെയാണോ അതോ ബിസിനസ് മാത്രമേ ഉള്ളോ? പൈലറ്റിന്റെ പണിയും ചെയ്യുന്നുണ്ട്. അത് എളുപ്പമല്ലേ സാറേ? നമ്മുടെ റോഡിലെ പോലെ കുണ്ടും കുടിയൊന്നുമില്ലല്ലോ. ആകാശത്താകുമ്പോ ഓപ്പോസിറ്റ് പാണ്ടി ലോറി വന്ന് ഇടിക്കൊന്ന് പേടിക്കുകയും വേണ്ട. നീ മരുമകളാകാൻ പോകുന്നതേ ആഭ്യന്തരമന്ത്രി ബന്ധുവാകാൻ പോകുന്ന വീട്ടിലാ. ഓ, എനിക്ക് നിന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നു മോളെ. ഓ, മിസ്റ്റർ ജയരാമൻ ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നുന്നല്ലോ. ഹേയ് ഒന്നുമില്ല സാർ. ബിസിനസ് ആയിരിക്കും മനസ്സ് നിറയെ. ഇങ്ങനെ 24 മണിക്കൂറും ബിസിനസിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതമേ പോവും. ആ ചന്ദ്രലേഖ, ആ മഹിയെ വിളിക്കേ. ശരി. കേട്ടോ രമാദേവി, മിസ്റ്റർ ജയരാമന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ CM-നോട് പറഞ്ഞ് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കാം. അത് നമ്മുടെ ഷുവർ സീറ്റാ. 4-5 ബിസിനസ് സ്ഥാപനങ്ങൾ തന്നെ എനിക്കിപ്പോ ഭാരമാ. അപ്പോഴാ ഒരു മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നേ. നമ്മൾ ഈ ബിസിനസ് ഒക്കെ കൊണ്ട് കഴിഞ്ഞോളാം സാറേ. ആ, രമാദേവിയെ മത്സരിപ്പിക്കാം, ജയിക്കും, ഉറപ്പാ. രമ നിന്ന കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. അവസാന ഘട്ടം വരെ ചേട്ടൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയതാ. അതൊക്കെ ഞങ്ങൾ TV-യിൽ കണ്ടായിരുന്നു. ഹലോ, ഞാനൊരു പേഴ്സണൽ മീറ്റിംഗിലാ. ഇവിടെ എനിക്ക് സെക്യൂരിറ്റിയോടൊപ്പം വരാൻ പറ്റുന്ന സ്ഥലമല്ല. ഏത് കാറ്റഗറി വേണമെങ്കിലും ആയിക്കോട്ടെ,